നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഭദ്രകാളി ദേവിയെക്കുറിച്ച് പറയുകയാണ്. ഭദ്രകാളി ദേവി, ഭദ്രകാളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഭദ്രകാളി ദേവി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ശക്തിയുടെ സാക്ഷാൽ ശക്തിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഭദ്രകാളി ദേവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ കൂടുതലുള്ളത് എന്താണ്? ദേവീക്ഷേത്രങ്ങളാണ്. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, മിക്ക കുടുംബക്ഷേത്രങ്ങളും പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ആരായിരിക്കും? ഭദ്രകാളി ദേവിയായിരിക്കും. ഭദ്രകാളി ദേവി നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഭദ്രകാളി ദേവി നമ്മുടെ ഹിന്ദു വിശ്വാസപ്രകാരം നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? അമ്മയായിട്ടല്ലേ കണക്കാക്കുന്നേ? അമ്മല്ലയോ? അമ്മയായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒട്ടനവധി ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ട്. ഒട്ടനവധി എണ്ണിയാലൊടുങ്ങാത്ത ഭദ്രകാളി ക്ഷേത്രങ്ങളുണ്ട്, നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വിക്രമാദിത്യ ഉജ്ജയിനി മഹാകാളി ക്ഷേത്രം വളരെ പ്രശസ്തമാണ്. ഇന്ത്യയിൽ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് ഉജ്ജയിനി മഹാകാളി ക്ഷേത്രം. അത് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിക്രമാദിത്യനൊക്കെ കാളി പൂജ ചെയ്തിരുന്നൊരു ക്ഷേത്രം കൂടിയാണ് ഇത്, ഉജ്ജയിനി മഹാകാളി ടെമ്പിൾ. അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഒരു ഭദ്രകാളി ദേവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഭദ്രകാളി ദേവി എന്ന് പറഞ്ഞാൽ ഭദ്രമായി കാത്തുരക്ഷിക്കുന്നു കേട്ടോ. അങ്ങനെയാണ് ഭദ്രകാളി ദേവിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം തൻ്റെ ഭക്തന്മാരെ പ്രാണനെ പോലെ കണക്കാക്കുന്നതാണ് ആരെ? ഭദ്രകാളി ദേവി. ഭക്തന്മാരെ പ്രാണനേക്കാൾ ഉപരിയായിട്ട് രക്ഷിക്കുന്നതാണ് ആരെ? ഭദ്രകാളി ദേവി. അങ്ങനെയാണ് നമ്മുടെ ഹിന്ദു വിശ്വാസങ്ങൾ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോക്കി മനസ്സിലാക്കാം, മിക്ക കുടുംബക്ഷേത്രങ്ങളിലെയും പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭദ്രകാളി ദേവിയാണ് കേട്ടോ. നമ്മൾ നോക്കി മനസ്സിലാക്കി, മിക്ക കുടുംബക്ഷേത്രങ്ങളിലെയും പ്രധാന പ്രതിഷ്ഠ എന്താണ്? ഭദ്രകാളി ദേവിയാണ്. അപ്പം എൻ്റെ കുടുംബക്ഷേത്രത്തിലായാലും ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലൊക്കെ എന്താ പ്രതിഷ്ഠ? പ്രധാന പ്രതിഷ്ഠ എന്താണ്? ഭദ്രകാളി ദേവിയാണ് കേട്ടോ. ഞാൻ നിങ്ങളോട് പറയാമല്ലോ, ഞാൻ കുടുംബക്ഷേത്രത്തിലൊക്കെ പോയിട്ട് 2-3 വർഷത്തോളമായി കേട്ടോ. മറ്റൊന്നുകൊണ്ടും അല്ല, ചില സമയ തിരക്കുകളുകൊണ്ടും കാരണങ്ങളുകൊണ്ടൊക്കെ കുടുംബക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞില്ല. അത് വേറെ കാര്യം, ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ, ഭദ്രകാളി ദേവി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ശക്തിയാണ്, പരാശക്തിയാണ് ഭദ്രകാളി. അതുപോലെ ഭദ്രകാളി ഉത്സവത്തെക്കുറിച്ച് ദേവി ഭാഗവതത്തിലും പറയുന്നു. അതായത് ഭദ്രകാളി ദേവിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിട്ട് ദേവി ഭാഗവതത്തിൽ പറയുന്നു. അതുപോലെ തന്നെ എന്നാൽ ശിവന്റെ ജടയിൽ നിന്നാണ് ഭദ്രകാളി ദേവിയുടെ ആവിർഭാവം ഒന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. എന്തു തന്നെ ആയാലും ഭദ്രകാളി ദേവി എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ഷാൽ ശക്തിയാണ് എന്നാണ് നമ്മുടെ ഹിന്ദു വിശ്വാസങ്ങൾ പറയുന്നത്.